ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലച്ചുട്ടി ഫാമിലി എന്ന കൊച്ചു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കും കേട്ടോ. അപ്പം നമുക്കിന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ചക്ക പറിക്കുന്നു, പുഴുങ്ങുന്നു. ഇതാ ചക്ക അങ്ങനെ പറിക്കാൻ വേണ്ടി പോവാണ്. ചക്ക പറിച്ചു, അതിനുശേഷം ചക്ക പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പറിച്ചിടണം. എനിക്കൊന്നും ഉറങ്ങി എണീച്ചപ്പോൾ എനിക്കൊരു ചക്കപ്പുഴുക്ക് തിന്നാനൊരാഗ്രഹം. അപ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല, വേഗം പോയി ഒരു ചക്ക പറിച്ച് കൊണ്ടുവന്ന് അത് വേഗം മുറിച്ച്, ഞങ്ങൾക്ക് 2 പേർക്ക് മതിയല്ലോ. അപ്പോൾ വേഗം ഞങ്ങൾ അത് മുറിച്ച് അതിൻ്റെ ചുളയൊക്കെ എടുത്ത് പിന്നെ അത് കട്ട് ചെയ്യാനല്ല തോന്നുന്നു. കാരണം സാധാരണ പച്ചച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഓവറായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പഴുത്തതിനെക്കാട്ടും ഏറ്റവും ഇഷ്ടം എനിക്ക് പച്ചച്ചക്ക കഴിക്കുന്നതാണ്. കാരണം അതെന്താണെന്നറിയില്ല, അങ്ങനെയാണ്. പഴുത്ത ചക്കേനെക്കാട്ടും പുഴുങ്ങിയെടുക്കുന്ന ചക്കേനെക്കാട്ടും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം പച്ചച്ചക്കേനോട്. കുറേ ഇരുന്ന് തിന്നും. അവസാനം വയറുവേദന വരും എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രം നിർത്തലാക്കിയതാട്ടോ. അല്ലെങ്കിൽ ഞാനത് ഫുള്ളും തിന്നിർക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് പച്ചച്ചക്കയോട്. കാരണം പച്ചച്ചക്ക നല്ലതാണല്ലോ. പിന്നെ അതിനുശേഷം ഒരു വിധമൊക്കെ ഞാൻ എൻ്റെ പള്ളയിൽ നിറച്ചു. കാരണം നല്ലൊരു ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. ഇത് പഴുത്താലും നല്ല രസമാണ്. അതുപോലെ തന്നെ കറി വയ്ക്കാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഇവിടെ കറി വയ്ക്കുന്നത് കേട്ടോ. കറിയല്ല, പുഴുക്കുണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, ഒന്ന് വെച്ച് നോക്കാം. അങ്ങനെ ഇതാ ചക്കേൻ്റെ ചുളയെല്ലാം പറിച്ചിട്ട് കഴിഞ്ഞ് ഇനി അത് കട്ട് ചെയ്തെടുക്കണം. കുരു വേർതിരിക്കണമല്ലോ. അങ്ങനെ കുരു വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാം ജഗപുക എന്നുള്ള പരിപാടിയാണല്ലോ. എല്ലാം സ്പീഡായിട്ട് നമ്മുടെ പരിപാടികൾ തീർത്തുകൊണ്ടേയിരിക്കും. മുറിച്ച് കഴിഞ്ഞു, കുക്കറിലേക്ക് വെച്ചു. ഇനി ഒറ്റ വിസിൽ മതി, കൂടുതൽ വിസിലൊന്നും പാടില്ല. ഓവർ വിസിലായിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് ഇതായിപ്പോവും. അപ്പോൾ രാവിലെ ഞങ്ങൾ പഴുത്ത ചക്ക കൊണ്ടുവച്ചു. അത് തിന്നും മടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് പഴുത്ത ചക്കയാണത് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ പച്ചമുളകും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നു. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഓക്കെ, പിന്നെ ഒന്ന് വറവിട്ട് പറഞ്ഞാൽ തൂമ്പിച്ചെടുത്തു. അടിപൊളി.